തൃശൂരിലെ കൂട്ടത്തല്ലിൽ KPCC നടപടി. DCC പ്രസിഡന്റ് ജോസ് വള്ളൂരിനും MP വിൻസെന്റിനും രാജിവെക്കാൻ നിർദ്ദേശം. പകരം ചുമതല പാലക്കാട് MP VK ശ്രീകണ്ഠന്. KPCC നേതൃത്വം മുരളീധരന് നൽകാൻ തയ്യാറെന്ന ഹൈക്കമാൻഡിനെ അറിയിച്ച് K സുധാകരൻ. കോഴിക്കോട് മുരളീധരനെ പിന്തുണച്ച ഫ്ലക്സ് ബോർഡുകൾ. മൂന്നാം മോദി സർക്കാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. ചടങ്ങ് വൈകിട്ട് 7:15 രാഷ്ട്രപതി ഭവനിൽ. സത്യപ്രതിജ്ഞയ്ക്ക് മുന്നോടിയായി രാജ്ഘട്ടിൽ മഹാത്മാഗാന്ധിക്ക് ആദരമർപ്പിച്ച് മോദി. DTP 2 മന്ത്രി സ്ഥാനം നൽകാൻ തീരുമാനം. സത്യപ്രതിജ്ഞ ചടങ്ങിലേക്ക് കോൺഗ്രസിനെ ക്ഷണം. സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാകുന്നതിൽ അനിശ്ചിതത്വം തുടരുന്നു. കരാർ ഒപ്പിട്ട 4 സിനിമകൾ പൂർത്തിയാക്കാനുണ്ടെന്ന് വിശദീകരണം. ക്യാബിനറ്റ് മന്ത്രിയായാൽ സിനിമകൾ മുടങ്ങുമെന്ന് BJP നേതൃത്വത്തെ അറിയിച്ചെന്ന് സൂചന. സുരേഷ് ഗോപി തിരുവനന്തപുരത്ത് തുടരുന്നു. കോഴിക്കോട് ടൂറിസ്റ്റ് ബസ്സും കാറും കൂട്ടിയിടിച്ച് ഒരു മരണം. തൃശൂർ ചാഴൂരിൽ നിയന്ത്രണം വിട്ട കാർ കടയിലേക്ക് ഇടിച്ച് കയറി ഒരു മരണം. തൃശൂരിൽ KSRTC ബസ് പ്രതിമയിൽ ഇടിച്ചു കയറിയ അപകടം. അങ്കമാലിയിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ചു. നിയമസഭാ സമ്മേളനത്തിന് നാളെ തുടക്കം. ബാർകോഴ ആരോപണം അടക്കം ആയുധമാക്കാൻ ഒരുങ്ങി പ്രതിപക്ഷം. തദ്ദേശ വാർഡ് വിഭജന ബില്ലും സഭയിൽ. 2020 ലോകകപ്പിൽ ഇന്ന് ഇന്ത്യ-പാക് പോരാട്ടം. മത്സരം രാത്രി 8-ന് ന്യൂയോർക്കിൽ. പാകിസ്ഥാന് മത്സരം നിർണായകം.